അണ്ണാമലൈ ബി.ജെ.പി വിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണല്ലോ. തുടക്കത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈയൊരു നീക്കത്തിലൂടെ അദ്ദേഹം തമിഴ്നാട്ടിൽ എന്ത് നീക്കത്തിനാണ് ശ്രമിക്കുന്നത്? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ആ പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി സംഘർഷങ്ങളെ തുടർന്ന് മനം മടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര കസേരയിൽ തന്നെ പാർട്ടി അവരോധിച്ചില്ല എന്നൊരു പരാതിയിൽ, സ്വയമുള്ള പരാതിയിൽ മനം മടുത്ത് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയാൽ, അങ്ങനെ സംഭവിച്ചാൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ആ പാർട്ടിക്കെതിരെ താൻ മുൻപ് സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ മലക്കം മറിച്ചിലുണ്ടാകും. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ, അതിനുള്ളിലെ പല വിധത്തിലുള്ള സംഘർഷങ്ങൾ, അല്ലെങ്കിൽ തെറ്റായ ഒരു പാർട്ടിയിലാണ് താൻ ഇത്ര കാലം ജീവിച്ചത്, തെറ്റായ ഒരു പാർട്ടിയിലാണ് താൻ ഇത്ര കാലം പ്രവർത്തിച്ചത് എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവരൊക്കെ പുറത്തു കടക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അണ്ണാമലയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. നമ്മൾ ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലുമാറ്റത്തെയൊക്കെ അപേക്ഷിച്ച് അണ്ണാമല ഏറ്റവും മര്യാദയുള്ള രീതിയിലാണ് ബി.ജെ.പിയോട് വിട പറയുന്നത്. അദ്ദേഹം 2021 ബി.ജെ.പിയുടെ ഭാഗമാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സുപ്രധാന പദവികൾ, അതായത് തമിഴ്നാട് പോലൊരു സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം വന്ന പാടെ വൈസ് പ്രസിഡന്റ് ആകുന്നു, പിന്നീട് പ്രസിഡന്റ് ആകുന്നു. അദ്ദേഹം 2 തവണ നിയമസഭയിലും ലോക്സഭയിലും ബി.ജെ.പിക്ക് വേണ്ടി മത്സരിക്കുന്നു. എന്നിട്ടും ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരുന്ന പല നിലപാടുകൾ, അതിനെല്ലാം അപ്പുറം ബി.ജെ.പിക്കുള്ളിലെ പലവിധ പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലെ ബി.ജെ.പിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിലൊക്കെ മനമെടുത്താണ് അണ്ണാമലൈ പുറത്തു വന്നതെന്ന രീതിയിലാണ് വാർത്തകൾ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ അണ്ണാമലൈ ഡൽഹിയിൽ ബി.ജെ.പി നേതാക്കളുമായിട്ട്, പ്രത്യേകിച്ച് അമിത്ഷായുമായിട്ടും ബി.ജെ.പി അധ്യക്ഷൻ നിതിൻ നബീൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് എന്നതറിഞ്ഞതിൽ പിന്നെ കാര്യമായിട്ടുള്ള വാർത്തകളാണ് അണ്ണാമലൈ ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കുന്നു, അല്ലെങ്കിൽ അണ്ണാമലൈ ബി.ജെ.പി നേതൃത്വവുമായിട്ട് തെറ്റിപ്പിരിക്കുന്നു എന്നൊക്കെയുള്ള മാധ്യമ വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കിടയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. പ്രത്യേകിച്ച് ബി.ജെ.പി അല്ലെങ്കിൽ RSS ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പരമരഹസ്യമായിരിക്കും. പക്ഷേ അത് എങ്ങനെയാണ് അവർ എടുക്കാൻ പോകുന്നത്, അത് മാധ്യമങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, ആ നിലപാട് എടുത്തു കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന തീരുമാനമായിരിക്കില്ല ഒരുപക്ഷെ ആ ഒരു പ്രസ്ഥാനം എടുത്തു പോരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രമാണ് അണ്ണാമലൈ രാജിവെക്കുന്നു, ബി.ജെ.പി നേതൃത്വവുമായിട്ട് തെറ്റിപ്പിരിയുന്നു എന്നൊക്കെയുള്ള മാധ്യമ വാർത്തകൾ നമുക്കിടയിൽ മാത്രമാണ് കണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ തമിഴ്നാട് ബി.ജെ.പിയിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ അദ്ദേഹത്തെ ആ ഒരു സംസ്ഥാനത്ത് ബി.ജെ.പി AIDMKയുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു, ആ ഒരു സഖ്യം ഉണ്ടാക്കരുതെന്ന് ആദ്യം മുതലേ പറഞ്ഞിരുന്ന ഒരാളാണ് അണ്ണാമലൈ. അദ്ദേഹത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ തനിച്ച് ബി.ജെ.പിക്ക് അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ് അണ്ണാമലൈ. അതിലേക്ക് AIDMK എന്ന് പറയുന്നൊരു പാർട്ടി, അവർ ഇപ്പോൾ തന്നെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നത്തിലാണ് AIDMK മുന്നോട്ട് പോകുന്നത്. കാരണം തമിഴ്നാട്ടിൽ തന്നെ DMK എന്ന് പറയുന്നൊരു ഭരണപക്ഷമുണ്ടായിരുന്നു, അതിനും അപ്പുറത്തേക്ക് TVK എന്ന് പറയുന്നൊരു മൂന്നാം മുന്നണി, ഈ 2 ദ്രാവിഡ മുന്നണികൾക്ക് മുകളിലേക്ക് കയറി വന്നതോടുകൂടി AIDMK ഏറെക്കുറെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അപ്രസക്തമായ ഒരു പാർട്ടിയാണ്. കാരണം ഇപ്പോൾ തന്നെ വിജയുടെ TVKയിലേക്ക് AIDMK പിളർന്നുകൊണ്ട് പല വിധത്തിൽ MLA-മാരുടെ ഒഴുക്ക് തുടരുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അവതാളത്തിലായ ഒരു പാർട്ടിയെ ഒപ്പം കൂട്ടി തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് അന്നേ തിരിച്ചറിഞ്ഞൊരു നേതാവാണ് അണ്ണാമലൈ. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ പകരം പുതിയൊരു നയനാർ നാഗേന്ദ്രൻ, AIDMK വിട്ടുവന്നൊരു മുൻ നേതാവിനെ തന്നെ അവിടെ ബി.ജെ.പി അധ്യക്ഷനാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അത് ഏറ്റവും മാതൃകാപരമാണ്. കാരണം ആർക്കെതിരെയും ഒരു നിലപാടിൽ ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു പരാതിയോ താൻ ഇന്നുവരെ, അതായത് IPS എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന് 2021 ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഇക്കാലം അത്രയും പ്രവർത്തിച്ച പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ പോലും അദ്ദേഹം ഒരു അധിക്ഷേപമോ പരാതിയോ ഇതുവരെ പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം ബഹുമാനപരമായിട്ട്, പരസ്പര ബഹുമാനത്തോടെ ആ ഒരു പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് വേർപിരിയുന്നു. അത് ചരിത്രത്തിൽ ഇന്ന് വരെ ബി.ജെ.പിയിൽ നിന്ന് പല നേതാക്കളും ഇതിനു മുൻപും പോയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സമാനമായ രീതിയിലല്ല പോയിരിക്കുന്നത്. കാരണം അവരൊക്കെ പലവിധ പ്രശ്നങ്ങളെ തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബി.ജെ.പിക്കെതിരെ സംസാരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇപ്പോഴും അണ്ണാമലൈ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഏറ്റവും ബഹുമാനമുള്ള നേതാവാണ്, അദ്ദേഹത്തോടുള്ള ആരാധന ഇപ്പോഴും താൻ സൂക്ഷിക്കുന്നു, പരസ്പര ബഹുമാനത്തോടെ
പ്രസ്ഥാനത്തിൽ നിന്ന് താൻ പുറത്തു കിടക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ ലൈവിലൂടെ പറഞ്ഞത്. കാരണം തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അണ്ണാമലൈ BJPയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ BJPക്ക് തമിഴ്നാട്ടിൽ അസ്തിത്വം ഇല്ലാതായി എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ RSSൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അതിനും അപ്പുറമാണ്. കാരണം 39 രാജ്യങ്ങളിലായി 2500ഓളം ഓർഗനൈസേഷൻസ് RSS നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് RSS തമിഴ്നാട്ടിൽ കരുതി വെച്ചിരിക്കുന്നത് അണ്ണാമലയിലൂടെയാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം അണ്ണാമലൈ ഇപ്പോൾ BeTheLeaders.org എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് രൂപീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി വിട്ടുള്ള വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലെ ലൈവിന് ശേഷമാണ് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് പുറത്തേക്ക് കേൾക്കുന്നത്. അതിലേക്ക് തന്നെ ഇന്നലെ 12 മണിക്ക് ലൈവിന് ശേഷം തന്നെ ഏകദേശം 13 ലക്ഷത്തോളം ആളുകൾ ഇന്നലെ രാത്രിയോടെ തന്നെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതൊരു ഓൺലൈൻ സർവേ പോലെ അതിനകത്തേക്ക് പോയി ഇന്ത്യയിൽ എവിടെ നിന്നുള്ള ആളാണെങ്കിൽ പോലും അതിനകത്തേക്ക് പോയിട്ട് അവിടെ നമ്മുടെ പേരും നമ്മുടെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ മോട്ടീവ്, ഇതൊക്കെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനായിട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം അതിനകത്ത് അംഗത്വം എടുക്കാം. ഇപ്പോൾ തന്നെ അഭൂതപൂർവമായൊരു വലിയൊരു സഞ്ജയമാണ് അണ്ണാമലയുടെ ഈ മൂവ്മെൻറ്റിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ BeTheLeaders.org എന്ന സൈറ്റിലേക്ക് കുതിച്ചെത്തുന്നത്. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എത്ര പ്രസക്തമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ DMK ADMK എന്ന് പറയുന്ന 2 ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തമിഴ്നാട് ഭരിച്ച് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരിരുവരും. അപ്പോൾ അതിലേക്കാണ് TVK എന്ന് പറയുന്ന ഒരു 3ാം മുന്നണി. അവർക്ക് കാര്യമായ ദേശീയതയോട് അത്ര എതിർപ്പില്ലാത്ത ഒരു സമീപനമാണ് വിജയുടെ TVK മുന്നോട്ട് വെക്കുന്നത്. അവിടെ സനാതന മൂല്യങ്ങളെ ഏറ്റവും അധികം തള്ളിപ്പറയുന്ന 2 രാഷ്ട്രീയ പാർട്ടികളാണ് ADMK DMK. അവിടേക്ക് BJPക്ക് കടന്നു വരാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വാതിൽ 3ാമത് ഒരു പാർട്ടി വന്നാൽ, കാരണം പവൻ കല്യാണിൻ്റെ ഒരു പാർട്ടിയുണ്ട് ജനസേന. അത് 2014 പവൻ കല്യാൺ രൂപീകരിച്ചത്. അത് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് BJPയുടെ കടന്നുവരവ് വളരെ പ്രയാസകരമാണെന്നിരിക്കെ 2014 അത് രൂപീകരിക്കുമ്പോൾ തന്നെ അവിടെ TDP BJP ഒരു അലയൻസ് ഉണ്ടാക്കുന്നതിൽ ഈ ജനസേന പവൻ കല്യാണിൻ്റെ ജനസേന നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചതാണ്. പിന്നീട് 2024 175 സീറ്റുകളുള്ള ആ ഒരു അസംബ്ലിയിൽ 21 സീറ്റുകൾ നേടി പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നു. അപ്പോൾ BJPക്ക് അവിടെ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ തെലങ്കാനയിലുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലുമുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കല്ല, രാഷ്ട്രീയ നിരീക്ഷകർക്കല്ല, ആർക്കും സാധ്യമായൊരു കാര്യമല്ല. അതിലേക്ക് അവർ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധി എന്താണെന്നുള്ളത് ഏതാനും നാളുകൾക്കുള്ളിൽ മാത്രം അറിയാം. കാരണം ഇപ്പോൾ DMK തമിഴ്നാട്ടിൽ തകർന്നു വീഴാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അണ്ണാമലയാണ്. അണ്ണാമലയെ ഒരുക്കി വെച്ച, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ അണ്ണാമലൈ വിതച്ചു വെച്ച അല്ലെങ്കിൽ അണ്ണാമലൈ ഉഴുതുമറിച്ച ഒരു വയലിലാണ് വിജയ് TVKയുമായി വന്ന് വിളവെടുത്തിരിക്കുന്നത്. കാരണം DMK ഫയൽസ് എന്ന പേരിൽ DMKയിലെ മന്ത്രിമാർക്കെതിരെ തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ. ഇവർ ജനങ്ങളുടെ സേവകരല്ല, ജനങ്ങളുടെ കൊള്ളക്കാരാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചെടുത്ത രാഷ്ട്രീയക്കാരൻ, തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുത്ത ജനങ്ങൾക്കിടയിലേക്ക്, കാരണം ജെൻസി വോട്ടർമാർ, മധ്യവർഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് ആ ഒരു നരേറ്റീവ് അടിച്ചുറപ്പിച്ചത് അണ്ണാമലയുടെ ഒരു രാഷ്ട്രീയമാണ്. അത് പിന്നീട് അണ്ണാമലൈ ദേശീയ അല്ലെങ്കിൽ തമിഴ്നാട് BJP അധ്യക്ഷ സ്ഥാനം വിട്ട് പുറത്തു പോകുമ്പോൾ അവിടെ അണ്ണാമല ഇല്ലാതായ ഒരു അവസരത്തിലാണ് TVK എന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാകുന്നു. അപ്പോൾ പഴയ ഈ DMK ഫയൽസിൻ്റെയൊക്കെ ആഘാതം DMK ഏൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ TVK എന്ന് പറയുന്ന 3ാം മുന്നണിയെ, അതോടൊപ്പം തന്നെ വിജയുടെ ഒരു വ്യക്തിപരമായ പ്രഭാവമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ ജനത DMKയ്ക്ക് ബദലായി ADMKയ്ക്ക് ബദലായി TVKയെ അവരുടെ പുതിയ ഭരണകക്ഷിയായിട്ട് തിരഞ്ഞെടുക്കുന്നു. എന്തായാലും അണ്ണാമലൈ BJPയുമായിട്ട് ഉടക്കിപ്പിരിഞ്ഞതല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ അണ്ണാമലൈ മുന്നോട്ട് വയ്ക്കുന്ന ഈ മൂവ്മെൻറ്റ് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും? കാരണം ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഭാരതീയൻ എന്ന് പറയുന്നതിനേക്കാൾ ഒരു പച്ച തമിഴനാണ് താനെന്ന് പറയുന്നതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് അണ്ണാമലൈ പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രാദേശിക തമിഴ് ദേശീയവാദം, പ്രാദേശിക തമിഴ് സ്വത്വത്തിനൊപ്പം ദേശീയതയും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന എന്തായാലും അണ്ണാമലൈ രൂപീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് ഈ വിജയ് അദ്ദേഹത്തിൻ്റെ TVK രൂപീകരിച്ചപ്പോൾ കൊണ്ടുവന്നതുപോലെ ജെൻസി വോട്ടർമാരെ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്താണ് ഈ തൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ തമിഴ്നാട്ടിൽ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ, അതായത് ജനാധിപത്യ മത്സരങ്ങളിൽ TVKയ്ക്ക് ഒരു പ്രധാന എതിരാളി എന്ന് പറയുന്നത് DMKയോ ADMKയോ ആയിരിക്കില്ല, മറിച്ച് ഈ അണ്ണാമലൈ കൊണ്ടുവരുന്ന പുതിയൊരു മുന്നേറ്റമായിരിക്കും. കാരണം അണ്ണാമലൈക്ക് തമിഴ്നാട്ടിൽ മാത്രം സ്വാധീനമുള്ളൊരു നേതാവല്ല. അണ്ണാമലൈ BJP വിടുന്നുവെന്ന് അറിഞ്ഞതിൽ പിന്നെ കേരളത്തിലടക്കം അണ്ണാമലൈക്ക് ഉണ്ടാവുന്ന
ഒരു ജനസ്വീകാര്യത കേരളത്തിൽ BJP പ്രവർത്തകർ പരസ്യമായിട്ട് ഫേസ്ബുക്കിലും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ഇടുന്നു. അണ്ണാമലയെ വിട്ടുകളഞ്ഞത് BJPയുടെ മണ്ടത്തരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബന്ധനങ്ങളെല്ലാം അഴിച്ചുകൊടുത്ത് അദ്ദേഹത്തെ കൂടുതൽ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അങ്ങനെ അണ്ണാമലയെ കൊണ്ടുവരാൻ പോകുന്ന നേട്ടത്തിൽ ഒരവകാശം എന്തായാലും ഈ ദേശീയതയ്ക്കുണ്ടാകും, രാഷ്ട്രത്തിനുണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ BJP തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന തന്ത്രങ്ങൾ അത് അണ്ണാമലയിലൂടെ BJP നേടിയെടുക്കുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും തമിഴ്നാട് സാക്ഷ്യം വഹിക്കുക. അതൊരു മാതൃകയായിട്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പവൻ കല്യാണിലൂടെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ വരും നാളുകളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് അണ്ണാമലയെ കൊയ്തെടുക്കുന്ന നേട്ടങ്ങളിലൂടെ നമുക്കും കാണാൻ സാധിച്ചേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.